സേതു ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാപ്രളയത്തിൽ നിന്നും കരകയറിയതിൻ്റെ വർഷം കൂടിയാണ് 2023. 2015 ശേഷം ചെന്നൈ നഗരം തന്നെ നടുങ്ങിപ്പോയ അല്ലെങ്കിൽ മുങ്ങിപ്പോയ ഒരു വർഷമായിരുന്നു 2023. ആ ഒരു പ്രളയത്തിൻ്റെ ഭീതിയിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് ഏകദേശം ഒരു 25 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 2-3 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ചെന്നൈ നഗരം തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറീന ബീച്ചിലാണ്, ബീച്ച് റോഡിലാണ്. ഇവിടുത്തെ ഈ ക്ലോക്ക് ടവർ അതാണ് ഈ ഒരു ഭാഗത്താണ് എല്ലാവരും ഇപ്പോൾ കൂടിയിരിക്കുന്നത്. ക്ലോക്ക് ടവറിൽ 12 അടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജനങ്ങളെല്ലാം കൂടിയിരിക്കുന്നത്. ഇപ്പോൾ മാത്രമാണ് ഒരു തിരക്ക് അനുഭവപ്പെട്ടത്. 11 മണിക്ക് ശേഷം മാത്രമായിരുന്നു ആളുകൾ വന്നത്. കാരണം വലിയ രീതിയിൽ തന്നെ പോലീസിൻ്റെ ഒരു നിയന്ത്രണമുണ്ട്. പ്രത്യേകിച്ച് മറീന ബീച്ചിൽ ആരെയും കയറ്റി വിടുന്നില്ല. ബീച്ച് റോഡിൽ മാത്രമാണ് ആരെങ്കിലുമൊക്കെ പ്രവേശിപ്പിക്കുന്നുള്ളൂ. അത്രയും ഒരു കർശന നിയന്ത്രണം തന്നെ ചെന്നൈ നഗരത്തിലുണ്ട്. 18,000 പോലീസും 1,500 ഹോം ഗാർഡുകളും ഉൾപ്പെടെ വലിയ സുരക്ഷാ സംവിധാനം, പല ലെയറുകളായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ആളുകളൊക്കെ നടന്നുകൊണ്ട് മാത്രമാണ് ബീച്ചിലേക്ക് അല്ലെങ്കിൽ ബീച്ച് റോഡിലേക്ക് ഇപ്പോൾ എത്താൻ സാധിക്കും. അത്രയും കടുത്ത നിയന്ത്രണമാണുള്ളത്. ആ നിയന്ത്രണങ്ങളെ മറികടന്നുകൊണ്ട് വലിയൊരു ജനക്കൂട്ടം ഇപ്പോൾ ഈ ബീച്ച് റോഡിലെത്തി ന്യൂ ഇയർ ആഘോഷം അല്ലെങ്കിൽ പുതുവത്സര ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. പറഞ്ഞ പോലെ തന്നെ പ്രളയത്തിൻ്റെ ആ മഹാഭീതിയിൽ നിന്നും കോവിഡിൻ്റെ എല്ലാം ഭീതിയിൽ നിന്നും വിട്ടുമാറി ചെന്നൈ നഗരം മറ്റൊരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. 2024 പുതിയ വർഷം അവർക്ക് സന്തോഷത്തിൻ്റെതാകട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. ചെറിയൊരു ഭീതിയിൽ കൂടിയാണ് ചെന്നൈ. കാരണം കോവിഡിൻ്റെ ഒരു ചെറിയ ആശങ്ക ചെന്നൈ നഗരത്തിലുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് ഇത്രയും ഒരു നിയന്ത്രണം ഇപ്പോൾ പോലീസ് കൊണ്ടുവന്നിരിക്കുന്നതിലും വലിയ ആഘോഷങ്ങൾ ചെന്നൈ നഗരത്തിലില്ല. നേരത്തെ അർജുൻ പറഞ്ഞ പോലെ പബ്ബുകളും മറ്റും കേന്ദ്രീകരിച്ചാണ് യൂത്തൊക്കെ ഈ പറഞ്ഞ പോലെ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. പബ്ബുകളും അല്ലെങ്കിൽ ഡാൻസ് ബാറുകളൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് ചെന്നൈ നഗരം മാറിക്കഴിഞ്ഞു. എന്നാലും സാധാരണ കുടുംബങ്ങളായി വരുന്ന കുട്ടികളുമായി വരുന്ന ആളുകൾ ഇപ്പോൾ ഈ ബീച്ച് റോഡിലെത്തിയിട്ടുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ ഈ ചെന്നൈ നഗരത്തിൻ്റെ ആഘോഷ കാഴ്ചയിലേക്ക് വന്നിരിക്കുന്നത്. പണ്ടത്തെ ഒരു ആവേശം ഇല്ല എന്ന് തന്നെയാണ് മുമ്പ് ഇവിടെ വന്നിരിക്കുന്ന പലരും പറഞ്ഞത്. കാരണം കോവിഡിന് ശേഷം പല രീതിയിൽ തന്നെ ഇവിടെ ആളുകൾ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ആളുകൾ കുറച്ചുകൂടി ചെറിയ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ പബ്ബുകളിലേക്കൊക്കെ അവരുടെ ആഘോഷം ചുരുക്കുന്ന കാഴ്ചയാണ് മെട്രോ നഗരങ്ങളിൽ കാണാൻ സാധിക്കും. അത് തന്നെയാണ് ചെന്നൈയിലും ഉള്ളത്. എന്തായാലും ഈ വർഷം ചെന്നൈക്ക് 2024 പുതുവർഷം ചെന്നൈക്ക് ഒരു ആത്മവിശ്വാസത്തിന് അല്ലെങ്കിൽ പ്രളയമോ അല്ലെങ്കിൽ മറ്റു മഹാമാരികളുടെ ഭീതിയോ ഇല്ലാത്ത വർഷമായി തീരട്ടത് തന്നെയാണ് ആളുകൾ ആശിക്കുന്നത്. ചെയ്തു.